പായസമില്ലാതെ മലയാളികൾക്ക് എന്തോണം? ഓണമായാൽ പലതരം പായസങ്ങൾ നമ്മെ വിരുന്നൂട്ടുമെങ്കിലും പായസങ്ങളിൽ കേമൻ എന്നും പാലട തന്നെയാണ്. ഓണാഘോഷ വിഭവങ്ങളിൽ എന്നും മുൻപന്തിയിലാണ് പായസത്തിന്റെ സ്ഥാനം. നാവിൽ കൊതിയൂറും പാലട, പരിപ്പ്, പഴം തുടങ്ങി തനി നാടൻ മാമ്പഴപ്പായസം വരെ എത്തി നിൽക്കുന്നു പായസങ്ങളിലെ വെറൈറ്റി. അതുകൊണ്ട് തന്നെ ഓണക്കാലമായാൽ സദ്യവട്ടമൊരുക്കങ്ങളിൽ പായസങ്ങളുടെ വൈവിധ്യവും ആഘോഷത്തിന്റെ പൊലിമ വർദ്ധിപ്പിക്കും. ഓണക്കാലത്ത് മാത്രം ലക്ഷക്കണക്കിന് ലിറ്റർ പായസമാണ് ഓരോ ദിവസവും മലയാളികൾ ആസ്വദിച്ചു നുകരുന്നത്. ഇന്നിന്റെ തിരക്ക് പിടിച്ച ജീവിതയാത്രകൾക്കിടയിൽ ഓണസദ്യയും പായസവുമെല്ലാം വീടുകളിൽ തന്നെ തയ്യാറാക്കിയിരുന്ന മലയാളികളുടെ മുൻകാല പതിവിന് അല്പം കോട്ടം തട്ടിയതോടെ ഹോട്ടൽ, കാറ്ററിംഗ്, ഇവന്റ് സ്ഥാപനങ്ങളിലെ തിരക്കേറും. അത്തന്നാൾ മുതൽ തുടങ്ങുന്ന ഇവിടങ്ങളിലെ തിരക്ക് തിരുവോണം വരെ തുടരും. ഇതോടെ പായസപ്രേമികൾക്കായി രുചികരവും സ്വാദിഷ്ടവുമായ വിവിധയിനം പായസങ്ങൾക്കായുള്ള വിപണിയുടെ കലവറ ഏറെ സജീവമാകും. ശീലം മാറിയ മലയാളിക്ക് വില എത്രയായാലും പാരമ്പര്യത്തനിമ വിളിച്ചോതി പലതരം പായസം വിളമ്പിയുള്ള സമൃദ്ധമായ സദ്യയില്ലാതെ ഒരു ഓണാഘോഷവും പൂർണ്ണമാകില്ല.